Good morning to all. So, last ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എ ഓർ മേജർ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, then output unit. Okay, CPU. Then we discuss about what are the main components of the computer system: hardware component, software component, e-waste, green computing, etc. Okay, so mainly components can be classified into two types: hardware components and software components. What is a hardware? Hardware is a computer devices that are touchable and feel. We can touch and feel computer devices are called hardware devices. But what are the different types of hardware devices? Input output devices are the main input output devices, memory devices, etc. are the main hardware components. Then what is software? Software is a set of programs that is used for a particular applications. Okay, then we discuss what are the different types of hardware devices. We explain different types of hardware devices. First we discuss about CPU. CPU means central processing unit or processor. So it's the brain of the computer, and all the arithmetic and logical calculations can be done by in the CPU, and it can be store the result in memory device also. Memory devices is also inside in the CPU. And we discuss what are the different components inside in the CPU. ഒരു മിസ് കാണിച്ചു തന്നില്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രജിസ്റ്റേഴ്സ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് ദ സി പി യു. സി പി യുവിനകത്തുള്ള സ്റ്റോറേജ് ലൊക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. മെയിൻലി 5 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്: accumulator, memory address register, memory buffer register, instruction register, and program counter. So registers are the storage location inside the CPU. They are classified into mainly 5 types. What are they? Accumulator, memory address register, memory buffer register, instruction register, and program counter. Now we study what is accumulator, what is memory address register, etc. First, we study that what is accumulator. Accumulator is used to store data to perform arithmetic and logical operations. അതായത് arithmetic and logical operations perform ചെയ്യാനായിട്ട് വേണ്ട ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. The result of the operation is stored in the accumulator. അതുപോലെ അതായത് ഓരോ ഓപ്പറേഷൻസും arithmetic and logic ഓപ്പറേഷൻസിന് വേണ്ടി ഡാറ്റാസും അതിൻ്റെ ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇനി മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് വെച്ചാൽ പേര് തന്നെ എന്താ? അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ മെമ്മറിയുടെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെമ്മറി അഡ്രസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡാറ്റ ഈസ് ഐദർ ടു ബി റീഡ് ഓർ റിട്ടൺ ബൈ ദ പ്രോസസ്സർ. Then next, മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ എന്ന് വെച്ചാൽ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് മെമ്മറി ബഫർ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യണത്. ഇറ്റ് ഹോൾഡ് ഡാറ്റ ഐദർ ടു ബി റിട്ടൺ ഓർ റീഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The instructions to be executed by the processor are stored in the instruction register. The next one, program counter. Program counter എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോയിന്റർ ഒരു അഡ്രസ്സിലാണ് നിൽക്കണമെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്താണോ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യണത്. സോ ഇറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ 5 ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്: അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആൻഡ് പ്രോഗ്രാം കൗണ്ടർ.
സോ നമ്മൾ ഫസ്റ്റ് ഹാർഡ്വെയർ ഡിവൈസിലെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് സി പി യുവിനെ പറ്റി. സി പി യുവിനെ പറ്റി പഠിച്ചപ്പോൾ സി പി യുവിൻ്റെ അകത്തുള്ള രജിസ്റ്റേഴ്സും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ്, നെക്സ്റ്റ് ഹാർഡ്വെയർ ഡിവൈസ് ആണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മദർ ബോർഡ്? സി പി യുവിൻ്റെ അകത്ത് ഒരു പച്ച കളറിൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത്. ആ മദർ ബോർഡിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മെമ്മറി കാർഡുകൾ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ സ്ലോട്ട്സുകൾ ഉണ്ടായിരിക്കും, പവർ കണക്ടേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ സോക്കറ്റ്സുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം കണക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മദർ ബോർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ടു വിച്ച് ഓൾ ദ മേജർ കമ്പോണൻസ് ഇൻക്ലൂഡിംഗ് ദ പ്രോസസർ ആർ ഇൻറ്റഗ്രേറ്റഡ്. കണ്ടോ, റോം വെക്കാം, അതിൻ്റെ പിക്ചറാണ് മിസ് ഇവിടെ കാണിച്ചേക്കുന്നത്. റോം വെക്കാം, അതുപോലെ പി സി ഐ സ്ലോട്ട്സ്, ബാക്കപ്പ് ബാറ്ററിയുടെ, അതുപോലെ കുറേ പോർട്സുകൾ കണ്ടോ, കീബോർഡിന് മൗസിന് അതുപോലെയൊക്കെ വേണ്ട കുറേ പോർട്സുകളൊക്കെ USB പോർട്സുകളുണ്ട്. ദെൻ പവർ കണക്ടേഴ്സ് ഉണ്ട്, DRAM മെമ്മറി സ്ലോട്ട്സ്, ഇതെല്ലാം കാണുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്, നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ അത്. ഇനി അടുത്ത ഡിവൈസ് ആണ് പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്ന് പറയുന്നത്. പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പെരിഫറൽസ് എന്ന് വെച്ചാൽ എന്താ? ഈ ഹാർഡ്വെയർ ഡിവൈസിൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ എല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം? പെരിഫറൽസ് എന്ന് പറയാം. പെരിഫറൽസ് ആർ ദ ഡിവൈസ് വിച്ച് ആർ അറ്റാച്ച് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസിനും നമുക്ക് എന്തെന്ന് പറയാം? പെരിഫറൽസ് എന്ന് പറയാം. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പെരിഫറൽസ് എന്ന് പറയാം. ദെൻ അടുത്തത് പോർട്സ് ആണ്. പോർട്സ് എന്ന് വെച്ചാൽ എന്തിനാ? ഈ പെരിഫറൽസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോർട്സുകൾ എന്ന് പറയുന്നത്. പെരിഫറൽസ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കുറേ ഇതുണ്ട്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പോർട്സുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഇതാണ് പെരിഫറൽസും പോർട്സ്. ഇതാണ് പെരിഫറൽസ്, അതായത് പോർട്സുകളാണ് ഈ കാണിച്ചത്. ഒന്ന് കീബോർഡ്, ഒന്ന് മൗസ്. അപ്പോൾ കീബോർഡും മൗസും എന്താ? പെരിഫറൽസ്. അപ്പോൾ ആ പെരിഫറൽസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓരോ ഇതാണ് എന്തെന്ന് പറയുന്നത്? പോർട്സുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ പാരലൽ പോർട്സ് ഉണ്ട്, സീരിയൽ പോർട്സ് ഉണ്ട്, USB പോർട്സ് ഉണ്ട്, LAN പോർട്ട് ഉണ്ട്, അതുപോലെ മൈക്കൊക്കെ കണക്ട് ചെയ്യാൻ നേരത്ത് മൈക്രോഫോൺ പോർട്ട് ഉണ്ട്, ലൈൻ ഇൻ ഉണ്ട്, ലൈൻ ഔട്ട് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പോർട്സുകൾ നമുക്ക് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പോർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പെരിഫറൽസും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണത്. ഇനി അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സുകൾ തന്നെ പല രീതിയിലുള്ള പോർട്സ് നമ്മുടെ CPU ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഇന്ന് ആദ്യം മൂന്നെണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ പാരലൽ പോർട്ട്, സീരിയൽ പോർട്ട് ആൻഡ് USB പോർട്ട്. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സീരിയൽ പോർട്ട് എന്താണെന്ന് നോക്കിയേ. ഈ പോർട്സിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ സീരിയൽ ആയിട്ട് കണക്ട് ചെയ്തേക്കണേന് എന്തെന്ന് പറയുന്നത്? സീരിയൽ പോർട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്മിറ്റ് ഡാറ്റ 1 bit അറ്റ് എ ടൈം. ഒരു ടൈമിൽ ഒരു ഡാറ്റ മാത്രമേ ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 by 1 ആയിട്ടാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണത്. മോഡും മൗസും കീബോർഡും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് പാരലൽ പോർട്ടാണ്. പാരലൽ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 25 പിൻ കണക്ടേഴ്സ് ആണ് ഉള്ളത്, പാരലൽ ആയിരിക്കും. അപ്പം ഇതിൽ മറ്റേതിൽ 1 bit ഡാറ്റ അറ്റ് എ ടൈമിലാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരലൽ പോർട്സിൽ 8 bit ഓഫ് ഡാറ്റ അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇപ്പോഴത്തെ കാണിച്ച പിച്ചിൽ ഈ ചെറുതായിട്ടുള്ളതാണ് സീരിയൽ പിൻസ് എന്ന് പറയുന്നത്. പാരലൽ പിൻസ് ആണ് ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത്. അത് 25 പിൻ കണക്ടേഴ്സ് ആണ് അതെന്ന് പറയുന്നത്. പ്രിൻ്ററും സ്കാനറും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പിൻസുകൾ നമ്മൾ യൂസ് ചെയ്യണത്. അതുപോലെ സീരിയൽ പോർട്ടിനെക്കാട്ടും ഫാസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പാരലൽ പോർട്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് ട്രാൻസ്മിറ്റ് 8 bit ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. ഓക്കെ, നെക്സ്റ്റ് വൺ USB ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം USB എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. നമ്മൾ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യണ ആ പോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? USB പോർട്ട് എന്ന് പറയുന്നത്. USB ഈസ് എ ന്യൂവർ ടൈപ്പ് ഓഫ് സീരിയൽ കണക്ഷൻ വിച്ച് ഈസ് ഫാസ്റ്റർ ദാൻ ഓൾഡ് സീരിയൽ പോർട്ട്സ്. എല്ലാ പഴയ സീരിയൽ പോർട്ട്സിനെക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? USB പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണത്. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? USB. നമുക്ക് പെൻഡ്രൈവ് കുത്താം, ഹെഡ്സെറ്റിൻ്റെ ഇത് കുത്താം, അങ്ങനെ പല സാധനം എക്സ്ട്രാ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ അത് കുത്താം. അതൊക്കെ നമുക്ക് എന്തിലൂടെ കുത്താൻ പറ്റും? ഈ USB പോർട്ടിലൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് വോൾട്ടേജസ് ടു ഡിവൈസ് കണക്റ്റഡ് ടു USB. നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനും, മൊബൈൽ ഫോണിൻ്റെ അത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാനും പറ്റും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? രജിസ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 5 ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. രജിസ്റ്റേഴ്സ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻ ഓഫ് data storage location and CPU ആണ്. Then it can be classified into 5 types: accumulator, memory address register, memory buffer register, instruction register and program counter. Then we discuss about another type of hardware, motherboard. Motherboard is a integrated circuit, flat surface. In that we can many pins are there, USB many ports are there, and RAM എല്ലാം നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും, ഈ മദർബോർഡിലൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. Then we discuss different types of parallel and serial peripherals and ports. Peripherals means the devices which are connected to a computer is called peripherals, and these devices are connected through different types of ports. ആ പോർട്സിന് നമ്മൾ മെയിൻലി 3 പോർട്സുകളാണ് ഇപ്പോൾ പഠിച്ചത്. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട് ആൻഡ് USB പോർട്ട്. സീരിയൽ പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അറ്റ് എ ടൈമിൽ നമുക്ക് 1 ബിറ്റ് ഓഫ് ഡാറ്റ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ പോർട്ട്സ് ഇറ്റ് ഹാസ് 25 പിൻസ് ഉണ്ടായിരിക്കും. വി ക്യാൻ ട്രാൻസ്മിറ്റ് 8 ബിറ്റ് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. സോ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ serial port. Okay, then next we discuss USB. USB is the universal serial bus port. In USB port we can connect different types of devices in a short distance communication, and it is very faster, and it is also used to voltage the devices connected to USB. ഓക്കെ, അപ്പോൾ ഇത്രയും മിസ് പഠിപ്പിച്ചത് മനസ്സിലായാൽ നോക്കുക. ഏതെങ്കിലും പോസ്റ്റ് കുറേശ്ശെ മിസ് എടുക്കണുള്ളൂ, നമുക്ക് കുറച്ച് പഠിച്ചു പോകും. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.